വെൽക്കം ടു ചക്രപാണി ക്ലാസ്സസ് 2.0. ഇന്നലെ നടന്ന PSC എക്സാമിന്റെ ക്വസ്റ്റ്യനും ആൻസറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണനാ ക്രമം ഏത്? താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണനാ ക്രമം ഏത്? 4 സംഭവങ്ങൾ തന്നിട്ടുണ്ട്. ഒന്നാമത്തേത് കുളച്ചൽ യുദ്ധം, 2 കുണ്ടറ വിളംബരം, 3 ആറ്റിങ്ങൽ കലാപം, 4 ശ്രീരംഗപട്ടണം ഉടമ്പടി. ഇവയെ കാലഗണനാ ക്രമത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, 3, 1, 4, 2. അതായത് ആദ്യം നടന്നത് മൂന്നാമത് പറഞ്ഞതാണ് ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപത്തിന്റെ വർഷം 1721. അടുത്ത രണ്ടാമതായിട്ട് വരുന്നത് കുളച്ചൽ യുദ്ധമാണ്, വർഷം 1741. അടുത്ത മൂന്നാമതായിട്ട് വരുന്നത് ശ്രീരംഗപട്ടണ ഉടമ്പടി 1792. നാലാമതായി വരുന്നത് കുണ്ടറ വിളംബരം, വർഷം 1809. അപ്പം ശരിയായ കാലഗണനാ ക്രമത്തിൽ എഴുതുമ്പോൾ വരുന്നത് ഓപ്ഷൻ ബി ആണ്. അടുത്ത രണ്ടാമത്തെ ചോദ്യം: ചുവടെ സൂചിപ്പിച്ചിരിക്കുന്ന സംഭവങ്ങളെയും വ്യക്തികളെയും മനസ്സിലാക്കി ചേരുംപടി ചേർക്കുക. വിപ്ലവങ്ങളും അവയുമായി ബന്ധപ്പെട്ട വ്യക്തികളുമാണ് തന്നിരിക്കുന്നത്. അവയെ ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ കോളത്തിന് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, 2 ഫ്രഞ്ച് വിപ്ലവം, 3 ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം, 4 റഷ്യൻ വിപ്ലവം. ഇനി രണ്ടാമത്തെ കോളത്തിൽ തന്നിരിക്കുന്നത് വോൾട്ടയർ, ട്രോട്സ്കി, തോമസ് പെയിൻ, സൈമൺ ബൊളിവാർ. ഇവയെ തമ്മിൽ ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ഉത്തരം ഓപ്ഷൻ എ ആണ്. അതായത് 1 സി, 2 എ, 3 ഡി, 4 ബി. എങ്ങനെയാണ് നമുക്ക് നോക്കാം. ആദ്യം പറഞ്ഞത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് തന്നിട്ടുള്ളതിൽ തോമസ് പെയിൻ. അടുത്ത ഫ്രഞ്ച് വിപ്ലവം. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട വ്യക്തി വോൾട്ടയർ. 3 ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് സൈമൺ ബൊളിവർ. 4 റഷ്യൻ വിപ്ലവം. റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ട്രോട്സ്കി. അപ്പോൾ ഉത്തരം, രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. മൂന്നാമത്തെ ചോദ്യം: 1857 കലാപത്തെക്കുറിച്ച് ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായത് തിരഞ്ഞെടുക്കുക. ഒന്നാമത്തെ പ്രസ്താവന: 1857 കലാപം ആരംഭിച്ചത് ഔദിലാണ്. രണ്ടാമത്തെ പ്രസ്താവന: കർഷകരും കരകൗശല തൊഴിലാളികളും കലാപത്തിൽ പങ്കെടുത്തിരുന്നു. മൂന്നാമത്തെ പ്രസ്താവന: ഫൈസാബാദിൽ കലാപം നയിച്ചത് ബീഗം ഹസ്രത്ത് മഹൽ ആയിരുന്നു. നാലാമത്തെ പ്രസ്താവന: 1857 കലാപത്തിന് ശേഷം ഇന്ത്യയുടെ ഭരണം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് പാർലമെന്റ് ഏറ്റെടുത്തു. ഇതിൽ 1857 കലാപവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാനാണ് തന്നിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 2ഉം 4ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. അതായത് രണ്ടാമത്തെ പ്രസ്താവന ഇങ്ങനെയാണ്: കർഷകരും കരകൗശല തൊഴിലാളികളും കലാപത്തിൽ പങ്കെടുത്തിരുന്നു. ശരിയാണ്. നാലാമത്തെ പ്രസ്താവന: 1857 കലാപത്തിന് ശേഷം ഇന്ത്യയുടെ ഭരണം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് പാർലമെന്റ് ഏറ്റെടുത്തു. അതും ശരിയാണ്. ഇപ്പൊ ശരിയായ പ്രസ്താവന 2ഉം 4ഉമാണ്. ഇനി അതിൽ തെറ്റായ പ്രസ്താവന എങ്ങനെയായിരുന്നു? 1857 കലാപം ആരംഭിച്ചത് ഔദിലാണ്. അത് തെറ്റാണ്. എവിടെയാണ് ആരംഭിച്ചത്? മീററ്റിലാണ് ആരംഭിച്ചത്. ഉത്തർപ്രദേശിലെ മീററ്റിലാണ് 1857 കലാപം ആരംഭിച്ചത്. ഇനി മറ്റൊരു പ്രസ്താവന എങ്ങനെയായിരുന്നു? ഫൈസാബാദിൽ കലാപം നയിച്ചത് ബീഗം ഹസ്രത്ത് മഹൽ ആയിരുന്നു. അത് തെറ്റാണ്. ഫൈസാബാദിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം നയിച്ചത് മൗലവി അഹമ്മദുള്ളയാണ്. എന്നാൽ ബീഗം ഹസ്രത്ത് മഹൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത സ്ഥലം ലക്നൗ ആണ്. നാലാമത്തെ ചോദ്യം: മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന വസ്തുതകൾ വായിച്ച് ഉത്തരങ്ങളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ പ്രസ്താവന: മാർത്താണ്ഡവർമ്മ അവതരിപ്പിച്ചു വന്ന വാർഷിക ബജറ്റ് പതിവ് കണക്ക് എന്ന പേരിലാണ് അറിയപ്പെട്ടത്. രണ്ടാമത്തെ പ്രസ്താവന: 1950 ജനുവരി 3-ാം തീയതി തൃപ്പടി ദാനം നടത്തി. മൂന്നാമത്തെ പ്രസ്താവന: ദേവസ്വം ബ്രഹ്മസ്വം ഭൂമികളുടെയും ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി. നാലാമത്തെ പ്രസ്താവന: കർഷകരിൽ നിന്നും അദ്ദേഹം സൈനികരെ നിയമിച്ചിരുന്നു. ഇതിൽ മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷനിൽ ഉത്തരം വരുന്നില്ല. ഉത്തരം നമുക്ക് നോക്കാം. ഒന്നാമത്തെ പ്രസ്താവന: മാർത്താണ്ഡവർമ്മ അവതരിപ്പിച്ചു വന്ന വാർഷിക ബജറ്റ് പതിവ് കണക്ക് എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ശരിയാണ്. വാർഷിക ബജറ്റ് അറിയപ്പെടുന്ന പേര് പതിവ് കണക്ക് എന്നായിരുന്നു. രണ്ടാമത്തെ പ്രസ്താവന: 1950 ജനുവരി 3-ാം തീയതി തൃപ്പടി ദാനം നടത്തി. തെറ്റായ പ്രസ്താവനയാണ്. തൃപ്പടി ദാനം നടത്തിയ വർഷം 1750 ജനുവരി 3-നാണ്. അപ്പൊ രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. മൂന്നാമത് പറഞ്ഞത് ദേവസ്വം ബ്രഹ്മസ്വം ഭൂമികളുടെയും ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി. ശരിയാണ്. നാലാമത്തെ പ്രസ്താവന: കർഷകരിൽ നിന്നും അദ്ദേഹം സൈനികരെ നിയമിച്ചിരുന്നു. അതും ശരിയാണ്.
അപ്പോൾ ഈ പറഞ്ഞതിൽ 1, 3, 4 പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. പക്ഷെ ഓപ്ഷനിൽ ഉത്തരം പറഞ്ഞിട്ടില്ല. അടുത്ത ചോദ്യം നോക്കാം. 5ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഏത് പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളാണ് ശരിയല്ലാത്തത്? 1ാമത്തെ പ്രസ്താവന, അമേരിക്കയിലെ ന്യൂയോർക്കിലാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം. 2ാമത്തെ പ്രസ്താവന, അന്റോണിയോ ഗുട്ടറസ് 2020 ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 3ാമത്തെ പ്രസ്താവന, അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ ആസ്ഥാനം വിയന്നയിലാണ്. 4ാമത്തെ പ്രസ്താവന, ഐക്യരാഷ്ട്ര സംഘടനയുടെ സുരക്ഷാ സമിതിയിൽ നിലവിൽ 15 അംഗങ്ങളാണ് ഉള്ളത്. ഇതിൽ തെറ്റായ പ്രസ്താവനയാണ് കണ്ടെത്തേണ്ടത്. ഉത്തരം ഓപ്ഷൻ സി 2 മാത്രം. 2ാമത്തെ പ്രസ്താവന മാത്രമാണ് ഇതിൽ തെറ്റായിട്ടുള്ളത്. അതിങ്ങനെയാണ്: അന്റോണിയോ ഗുട്ടറസ് 2020 ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ടത്. തെറ്റാണ്. 2017 മുതൽ അന്റോണിയോ ഗുട്ടറസ് UN-ന്റെ സെക്രട്ടറി ജനറൽ ആണ്. ബാക്കി പറഞ്ഞ പ്രസ്താവനകളെല്ലാം ശരിയാണ്. അമേരിക്കയിലെ ന്യൂയോർക്കിലാണ് UN-ന്റെ ആസ്ഥാനം, ശരിയാണ്. 3ാമത് പറഞ്ഞത് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ ആസ്ഥാനം വിയന്നയിലാണ്, അതും ശരിയാണ്. 4ാമത് പറഞ്ഞത് ഐക്യരാഷ്ട്ര സംഘടനയുടെ സുരക്ഷാ സമിതിയിൽ 15 അംഗങ്ങളാണുള്ളത്, അതും ശരിയാണ്. 6ാമത്തെ ചോദ്യം. ഓവർലാപ്പോട് കൂടിയ ആകാശീയ ചിത്രങ്ങളിൽ നിന്നും ത്രിമാന ദൃശ്യം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി സ്റ്റീരിയോസ്കോപ്പ്. 7ാമത്തെ ചോദ്യം. ഭൂമിയിലെ ഏറ്റവും ഉയർന്ന താപനിലയുള്ള പ്രദേശങ്ങളെ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖ ഏത്? ഭൂമിയിലെ ഏറ്റവും ഉയർന്ന താപനിലയുള്ള പ്രദേശങ്ങളെ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖ ഏത്? ഉത്തരം ഓപ്ഷൻ എ താപീയ മധ്യരേഖ. 8ാമത്തെ ചോദ്യം. ഉത്തരാഖണ്ഡ് ടിബറ്റ് പ്രദേശങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ലിബുലേഖ് ചുരം. ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ലിബുലേഖ് ചുരം. 9ാമത്തെ ചോദ്യം. പൂർവ്വതീര കനാലുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബ്രഹ്മണി മഹാനദി ഡെൽറ്റ നദീ വ്യവസ്ഥ ഏത് ദേശീയ ജലപാതയിലാണ്? ഉത്തരം ഓപ്ഷൻ ഡി ദേശീയ ജലപാത 5. 10ാമത്തെ ചോദ്യം. 2023 രാജസ്ഥാനിൽ പുതിയതായി സ്ഥാപിച്ച വന്യജീവി സംരക്ഷണ കേന്ദ്രം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി സോർസൻ. 11ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്ന നബാർഡുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏത്? 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. 1ാമത്തെ പ്രസ്താവന കാർഷിക വായ്പയുടെ പരമോന്നത ബാങ്ക്. 2ാമത്തേത് ആസ്ഥാനം മുംബൈ. 3 ശിവരാമൻ കമ്മിറ്റി. 4 1982 സ്ഥാപിച്ചു. ഇതിൽ നബാർഡുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? ഉത്തരം ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. കാർഷിക വായ്പയുടെ പരമോന്നത ബാങ്കാണ് നബാർഡ്, ശരിയാണ്. നബാർഡിന്റെ ആസ്ഥാനം മുംബൈ ആണ്, ശരിയാണ്. നബാർഡ് രൂപീകരിക്കാൻ ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് ശിവരാമൻ കമ്മിറ്റി, ശരിയാണ്. 1982 നബാർഡ് രൂപീകരിച്ചത്, അതും ശരിയായ പ്രസ്താവനയാണ്. 12ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം ഓപ്ഷൻ എ കോഴിക്കോട്. 13ാമത്തെ ചോദ്യം. സ്വതന്ത്ര ഇന്ത്യയുടെ പ്ലാൻ ഹോളിഡേയുടെ കാലഘട്ടം. സ്വതന്ത്ര ഇന്ത്യയുടെ പ്ലാൻ ഹോളിഡേയുടെ കാലഘട്ടം. ഉത്തരം ഓപ്ഷൻ ബി 1966-69. 14ാമത്തെ ചോദ്യം. 1991 പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ആരാണ്? ഉത്തരം ഓപ്ഷൻ സി നരസിംഹറാവു. 15ാമത്തെ ചോദ്യം. ഭാരതീയ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ ബി മുംബൈ. 16ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയിലെ ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷത അല്ലാത്തതേത്? ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷത അല്ലാത്തതേത്? 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. 1ാമത്തേത് താഴെ നിന്ന് മുകളിലേക്കുള്ള അധികാര വിതരണ ശ്രേണി. 2 യോഗ്യതയുടെ അടിസ്ഥാനത്തിലുള്ള നിയമനം. 3 രാഷ്ട്രീയപരമായ വിധേയത്വം. 4 തൊഴിൽ വൈദഗ്ധ്യം. ഇതില് ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷത അല്ലാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി 1, 3 മാത്രം. അതായത് 1ാമത് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: താഴെ നിന്നും മുകളിലേക്കുള്ള അധികാര വിതരണ ശ്രേണി. അത് തെറ്റാണ്. മുകളിൽ നിന്നും താഴേക്കുള്ള അധികാര വിതരണ ശ്രേണിയാണ് ഉദ്യോഗസ്ഥ വൃന്ദവുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ളത്. ഇനി 3ാമത്തെ പ്രസ്താവന എങ്ങനെയാണ് തന്നിട്ടുള്ളത്? രാഷ്ട്രീയപരമായ വിധേയത്വം. അത് എന്താണ്? തെറ്റായ പ്രസ്താവനയാണ്. അപ്പോൾ തെറ്റായ പ്രസ്താവനകൾ വരുന്നത് ഓപ്ഷൻ ഡി 1, 3 മാത്രം. 17ാമത്തെ ചോദ്യം. കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഉത്തരം ഓപ്ഷൻ എ വി ഹരിനായർ IAS. വി ഹരിനായർ IAS. 18ാമത്തെ ചോദ്യം. ഇന്ത്യൻ പാർലമെന്റിൽ ഒരു ബില്ല് നിയമമാകുന്നതിന് മുമ്പ് ബില്ലിൽ ഏറ്റവും കൂടുതൽ തിരുത്തലുകൾ, കൂട്ടിച്ചേർക്കലുകൾ, ചർച്ചകൾ എന്നിവ നടക്കുന്ന ഘട്ടം ഏതാണ്?
ഇന്ത്യൻ പാർലമെന്റിൽ ഒരു ബില്ല് നിയമമാകുന്നതിന് മുമ്പ് ബില്ലിൽ ഏറ്റവും കൂടുതൽ തിരുത്തലുകൾ, കൂട്ടിച്ചേർക്കലുകൾ, ചർച്ചകൾ എന്നിവ നടക്കുന്ന ഘട്ടം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, രണ്ടാം വായന. 19ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ വസ്തുതകൾ ഏവ? ഭരണഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ വസ്തുതകൾ ഏവ? 4 എണ്ണം തന്നിട്ടുണ്ട്. ഒന്നാമത്തെ പ്രസ്താവന, യൂണിയൻ ലിസ്റ്റിൽ പെടുന്ന വിഷയങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റിന് മാത്രമേ അധികാരമുള്ളൂ. രണ്ടാമത്തെ പ്രസ്താവന, കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു വിഷയത്തിൽ സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും നിയമനിർമ്മാണം നടത്തുമ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ നിയമമാണ് നിലനിൽക്കുക. മൂന്നാമത്തെ പ്രസ്താവന, യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റ് എന്നിവയിൽ ഉൾപ്പെടാത്ത ഒരു പുതിയ വിഷയം ഉണ്ടായാൽ അതിൽ നിയമനിർമ്മാണം നടത്താൻ സംസ്ഥാന ഗവൺമെന്റുകൾക്ക് അധികാരം ഉണ്ടാവും. നാലാമത്തെ പ്രസ്താവന, പോലീസ് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. അപ്പൊ ഇതില് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയെന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ഡി, 1ഉം 2ഉം മാത്രം. 1ഉം 2ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഒന്നാമത്തെ പ്രസ്താവന എങ്ങനെയാണ്? യൂണിയൻ ലിസ്റ്റിൽ പെടുന്ന വിഷയങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റിന് മാത്രമേ അധികാരമുള്ളൂ. അത് ശരിയാണ്. രണ്ടാമത്തെ പ്രസ്താവന, കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു വിഷയത്തിൽ സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും നിയമനിർമ്മാണം നടത്തുമ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ നിയമമാണ് നിലനിൽക്കുന്നത്. അതും ശരിയാണ്. ഇനി തെറ്റിയ 2 പ്രസ്താവനകൾ ഇതൊക്കെയാണ്. യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റ് എന്നിവയിൽ ഉൾപ്പെടാത്ത ഒരു പുതിയ വിഷയം ഉണ്ടായാൽ അതിന്റെ നിയമനിർമ്മാണം നടത്താൻ സംസ്ഥാന ഗവൺമെന്റുകൾക്ക് അധികാരം ഉണ്ടാവും. തെറ്റാണ്. ആർക്കാണ് അധികാരം വരുന്നത്? പാർലമെന്റിനാണ്. അവശിഷ്ടാധികാരം ആർക്കാണ് വരുന്നത്? പാർലമെന്റിനാണ്. ഇനി 4ാമത് പറഞ്ഞ പ്രസ്താവന എങ്ങനെയായിരുന്നു? പോലീസ് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. തെറ്റ്. പോലീസ് ഉൾപ്പെടുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. 20ാമത്തെ ചോദ്യം, പോക്സോ ആക്ട് അനുസരിച്ച് കുട്ടി എന്ന പദത്തിന്റെ വ്യാപ്തിയിൽ വരുന്നത്? പോക്സോ ആക്ട് അനുസരിച്ച് കുട്ടി എന്ന പദത്തിന്റെ വ്യാപ്തിയിൽ വരുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി, 18 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടിയും പെൺകുട്ടിയും. 21ാമത്തെ ചോദ്യം, കേരള സാമൂഹ്യ നീതി വകുപ്പ് സർക്കാർ സേവനങ്ങൾ വീട്ടുപടിക്കൽ എന്ന ലക്ഷ്യത്തിനായി ആവിഷ്കരിച്ച വെബ് പോർട്ടൽ ഏതാണ്? കേരള സാമൂഹിക നീതി വകുപ്പ് സർക്കാർ സേവനങ്ങൾ വീട്ടുപടിക്കൽ എന്ന ലക്ഷ്യത്തിനായി ആവിഷ്കരിച്ച വെബ് പോർട്ടൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, സുനീതി. 22ാമത്തെ ചോദ്യം, കുടുംബശ്രീകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന വനിതകൾക്ക് രംഗകലകളിൽ പരിശീലനം നൽകുന്ന പദ്ധതിയുടെ പേരെന്താണ്? ഉത്തരം ഓപ്ഷൻ ബി, രംഗശ്രീ. 23ാമത്തെ ചോദ്യം, അഡ്വക്കേറ്റ് ജനറലുമായി ബന്ധപ്പെടുന്ന തെറ്റായ വസ്തുതകൾ ഏതെല്ലാം? അഡ്വക്കേറ്റ് ജനറലുമായി ബന്ധപ്പെടുന്ന തെറ്റായ വസ്തുതകൾ ഏതെല്ലാം? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, സംസ്ഥാന ഗവൺമെന്റിന് നിയമോപദേശം നൽകുക എന്നതാണ് അഡ്വക്കേറ്റ് ജനറലിന്റെ അടിസ്ഥാന ചുമതല. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, അഡ്വക്കേറ്റ് ജനറലിന് നിയമസഭാ യോഗങ്ങളിൽ പങ്കെടുക്കാവുന്നതും സംസാരിക്കാവുന്നതുമാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഇപ്പോഴത്തെ അഡ്വക്കേറ്റ് ജനറൽ ശ്രീ കെ ഗോപാലകൃഷ്ണ കുറുപ്പാണ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ്, അഡ്വക്കേറ്റ് ജനറലിന് നിയമസഭയിലെ വോട്ടെടുപ്പിൽ വോട്ട് ചെയ്യാൻ കഴിയില്ല. അപ്പൊ അഡ്വക്കേറ്റ് ജനറലുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ഡി, ഇവയൊന്നുമല്ല. അതായത് അഡ്വക്കേറ്റ് ജനറലിനെ പറ്റി പറഞ്ഞിരിക്കുന്ന ഈ 4 പ്രസ്താവനകളും ശരിയാണ്. 24ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് മൗലിക അവകാശത്തിന് വേണ്ടിയാണ് നിയമവാഴ്ച എന്ന ആശയം ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും ഭരണഘടനാ നിർമ്മാണ സമിതി സ്വീകരിച്ചിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ എ, അനുച്ഛേദം 14, നിയമത്തിന് മുമ്പിലെ തുല്യതയ്ക്ക് വേണ്ടി. അപ്പൊ ആർട്ടിക്കിൾ 14 വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും നിയമവാഴ്ച എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത്. 25ാമത്തെ ചോദ്യം, ഒരു ഗ്രേസിംഗ് ഭക്ഷ്യ ശൃംഖലയിൽ 2ാം പോഷണ തലത്തിൽ കാണപ്പെടുന്ന ജീവി ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, പ്രാഥമിക ഉപഭോക്താക്കൾ. 26ാമത്തെ ചോദ്യം, ജീവി ബന്ധങ്ങളിൽ ഒന്നിന് ഗുണകരവും മറ്റേതിന് ഗുണമോ ദോഷമോ ഇല്ലാത്തതുമായ ബന്ധമാണ്? ഉത്തരം ഓപ്ഷൻ ബി, കമൻസലിസം. 27ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് ഇൻസിറ്റു കൺസർവേഷനിൽ ഉൾപ്പെടാത്തത്? ഓപ്ഷൻ ഇതൊക്കെയാണ്. ഓപ്ഷൻ എ, കമ്മ്യൂണിറ്റി റിസർവുകൾ. ഓപ്ഷൻ ബി, വന്യജീവി സങ്കേതങ്ങൾ. ഓപ്ഷൻ സി, ജീൻ ബാങ്കുകൾ. ഓപ്ഷൻ ഡി, നാഷണൽ പാർക്കുകൾ. ഉത്തരം ഓപ്ഷൻ സി, ജീൻ ബാങ്കുകൾ. 28ാമത്തെ ചോദ്യം, ഹീമോഡയാലിസിസിൽ രക്തം കട്ടപിടിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥത്തിന്റെ പേരെന്ത്? ഉത്തരം ഓപ്ഷൻ എ, ഹെപ്പാരിൻ. 29ാമത്തെ ചോദ്യം, 26ാമത് PV മെമ്മോറിയൽ എൻഡോമെന്റ് അവാർഡ് നേടിയ പരിസ്ഥിതി പ്രവർത്തകൻ ആര്? ഉത്തരം ഓപ്ഷൻ സി, ശ്രീമൻ നാരായൺ. 29ാമത്തെ ചോദ്യം, 26ാമത് PV മെമ്മോറിയൽ എൻഡോമെന്റ് അവാർഡ് നേടിയ പരിസ്ഥിതി പ്രവർത്തകൻ ആര്? ഉത്തരം ഓപ്ഷൻ സി, ശ്രീമൻ നാരായണൻ.
30ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ വ്യത്യസ്ത തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം ഏത്? ഉത്തരം ഓപ്ഷൻ എ അഡിഷൻ ബലം. 31ാമത്തെ ചോദ്യം, ഭൂമിയുടെ ഉപരിതലത്തിൽ പലായന പ്രവേഗം എത്ര? ഉത്തരം ഓപ്ഷൻ ബി 11.2 km/s. 32ാമത്തെ ചോദ്യം, മൂന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ചവണ. 33ാമത്തെ ചോദ്യം, ചന്ദ്രനിൽ പേടകം വിജയകരമായി ഇറക്കിയ 4ാമത്തെ രാജ്യം ഏത്? ഉത്തരം ഓപ്ഷൻ ബി ഇന്ത്യ. 34ാമത്തെ ചോദ്യം, ഒരു ആംഫോറ്ററിക് ഓക്സൈഡിന് ഉദാഹരണം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി സിങ്ക് ഓക്സൈഡ്. 35ാമത്തെ ചോദ്യം, കപട സംക്രമണ മൂലകം ഇവയിൽ ഏതാണ്? ഓപ്ഷൻ ഇതൊക്കെയാണ്: സിൽവർ, ക്രോമിയം, കോപ്പർ, മെർക്കുറി. തന്നിട്ടുള്ളതിൽ കപട സംക്രമണ മൂലകം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി മെർക്കുറി. 36ാമത്തെ ചോദ്യം, ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. ഈ ഗ്രാഫ് ഏത് വാതക നിയമത്തെയാണ് സൂചിപ്പിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ എ ബോയിൽ നിയമം. 37ാമത്തെ ചോദ്യം, ശക്തിയേറിയതും ഭാരമില്ലാത്തതുമായ കാന്തങ്ങൾ നിർമ്മിക്കാൻ ഇന്ന് വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു ലോഹം ഏത്? ഉത്തരം ഓപ്ഷൻ ബി നിയോഡിമിയം. 38ാമത്തെ ചോദ്യം, അയ്യങ്കാളിയെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏത്? പ്രസ്താവനകൾ ഇതൊക്കെയാണ്. ഓപ്ഷൻ എ സാധുജന പരിപാലന സംഘം രൂപീകരിച്ചു. ഓപ്ഷൻ ബി തിരുവിതാംകൂർ ശ്രീമൂലം പ്രജാസഭ അംഗമായിരുന്നു. ഓപ്ഷൻ സി വില്ലുവണ്ടി സമരത്തിന് നേതൃത്വം നൽകി. ഓപ്ഷൻ ഡി തിരുവനന്തപുരം കണ്ണമ്മൂലയിൽ ജനിച്ചു. ഇതിൽ അയ്യങ്കാളിയെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഉത്തരം ഓപ്ഷൻ ഡി തിരുവനന്തപുരം കണ്ണമ്മൂലയിൽ ജനിച്ചു എന്നാണ്. തെറ്റാണ്. എവിടെയാണ് അയ്യങ്കാളിയുടെ ജനനം? തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിലാണ് അയ്യങ്കാളി ജനിച്ചത്. 39ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റായ ആദ്യ വനിത ആര്? ഉത്തരം ഓപ്ഷൻ ബി PT ഉഷ. 40ാമത്തെ ചോദ്യം, കഥാപാത്രവും നോവലും തന്നിട്ടുണ്ട്. അത് തെറ്റായ ജോഡി ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ സേതു കാലം. സേതു എന്ന കഥാപാത്രം കാലം എന്ന കൃതിയിലേതാണെന്നാണ് തന്നിരിക്കുന്നത്. ഓപ്ഷൻ ബി രവി ഖസാക്കിന്റെ ഇതിഹാസം. ഓപ്ഷൻ സി സുഹ്റ ഇന്റെ ഉപ്പുപ്പാക്ക് ആനയുണ്ടാർന്ന്. ഓപ്ഷൻ ഡി പപ്പു ഓടയിൽ നിന്ന്. അപ്പൊ ഇതില് തെറ്റായ ജോഡി ഏതാണ്? കഥാപാത്രവും നോവലും തന്നിട്ടുണ്ട്. അതിൽ തെറ്റായ ജോഡി ഏതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. സുഹ്റ ഇന്റെ ഉപ്പുപ്പാക്ക് ആനയുണ്ടാർന്ന് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സുഹ്റ എന്ന കഥാപാത്രം വരുന്നത് ഏതാണ്? ബാല്യകാല സഖി എന്ന നോവലിലേതാണ്. 41ാമത്തെ ചോദ്യം, പിയാത്ത ആരുടെ കലാസൃഷ്ടിയാണ്? പിയാത്ത ആരുടെ കലാസൃഷ്ടിയാണ്? ഉത്തരം ഓപ്ഷൻ എ മൈക്കൽ ആഞ്ചലോ. 42ാമത്തെ ചോദ്യം, റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലിന്റെ രചയിതാവ് ആര്? ഉത്തരം ഓപ്ഷൻ സി അഖിൽ പി ധർമ്മജൻ. 43ാമത്തെ ചോദ്യം, സിസ്റ്റം സോഫ്റ്റ്വെയറിന് ഉദാഹരണം ഏതാണ്? സിസ്റ്റം സോഫ്റ്റ്വെയറിന് ഉദാഹരണം ഏതാണ്? ഓപ്ഷൻ ഇതൊക്കെയാണ്. ഓപ്ഷൻ എ വിൻഡോസ്. ഓപ്ഷൻ ബി MySQL. ഓപ്ഷൻ സി VLC പ്ലെയർ. ഓപ്ഷൻ ഡി MS വേർഡ്. ഇതിൽ സിസ്റ്റം സോഫ്റ്റ്വെയറിന് ഉദാഹരണം ഏത്? ഉത്തരം ഓപ്ഷൻ എ വിൻഡോസ്. 44ാമത്തെ ചോദ്യം, ഈ ഗവേണൻസിനെ പറ്റി താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏത്? 3 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ പ്രസ്താവന ഗവൺമെന്റിന്റെ പ്രവർത്തനത്തിൽ സുതാര്യത ഉണ്ടാക്കുന്നു. രണ്ടാമത്തെ പ്രസ്താവന ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നു. മൂന്നാമത്തെ പ്രസ്താവന ഗവൺമെന്റ് ഓഫീസുകളിലേക്കുള്ള പൊതുജനങ്ങളുടെ സന്ദർശനം വർദ്ധിപ്പിക്കുന്നു. ഇതിൽ ഈ ഗവേണൻസിനെ പറ്റി ശരിയായ പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ സി 1ഉം 2ഉം മാത്രം. അതായത് ഗവൺമെന്റിന്റെ പ്രവർത്തനത്തിൽ സുതാര്യത ഉണ്ടാക്കുന്നു, ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നു. 45ാമത്തെ ചോദ്യം, 2 വ്യത്യസ്തങ്ങളായ നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കുന്നതിനുള്ള ഉപകരണം ഏത്? ഉത്തരം ഓപ്ഷൻ ബി ഗേറ്റ്വേ. 46ാമത്തെ ചോദ്യം, വിവരാവകാശ നിയമം 2005 പ്രകാരം താഴെ പറയുന്നവയിൽ ഏതെല്ലാം വിവരങ്ങളാണ് വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്? ഓപ്ഷൻ ഇതൊക്കെയാണ്. ഓപ്ഷൻ എ സർക്കുലറുകൾ. ഓപ്ഷൻ ബി കോൺട്രാക്റ്റുകൾ. ഓപ്ഷൻ സി അന്വേഷണ പ്രക്രിയയെ തടസ്സപ്പെടുത്തുന്ന വിവരങ്ങൾ. ഓപ്ഷൻ ഡി ലോഗ് ബുക്കുകൾ. ഇതിൽ 2005 വിവരാവകാശ നിയമപ്രകാരം വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്ന വിവരം ഏത്? ഉത്തരം ഓപ്ഷൻ സി അന്വേഷണ പ്രക്രിയയെ തടസ്സപ്പെടുത്തുന്ന വിവരങ്ങൾ. 47ാമത്തെ ചോദ്യം, രാഹുൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി താൻ വാങ്ങുവാൻ ഉദ്ദേശിക്കുന്ന സാധനത്തിന്റെ പാക്കറ്റിൽ നൽകിയിരിക്കുന്ന എല്ലാ വിവരങ്ങളും ശ്രദ്ധാപൂർവം വായിക്കുന്നു. ഒരു ഉപഭോക്താവ് എന്ന നിലയിൽ രാഹുൽ ഏത് അവകാശമാണ് ഉപയോഗിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി വിവരാവകാശം. 48ാമത്തെ ചോദ്യം,
ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമം 2012 പ്രകാരം താഴെ പറയുന്നവരിൽ ആർക്കെതിരെയാണ് പ്രേരണാ കുറ്റത്തിന് കേസെടുക്കാൻ കഴിയുന്നത്? ഓപ്ഷൻസ് പറയാം. ഓപ്ഷൻ എ, ഒരു കുട്ടിക്കെതിരെ നേരിട്ട് ലൈംഗികാതിക്രമം നടത്തുന്ന വ്യക്തികൾ മാത്രം. ഓപ്ഷൻ ബി, ഏതെങ്കിലും വ്യക്തിയെ പ്രേരിപ്പിക്കുന്ന, ഏതെങ്കിലും ഗൂഢാലോചനയിൽ ഏർപ്പെടുന്ന അല്ലെങ്കിൽ ഒരു കുട്ടിക്കെതിരെ ലൈംഗിക കുറ്റകൃത്യം ചെയ്യാൻ മനഃപൂർവ്വം സഹായിക്കുന്നയാൾ. ഓപ്ഷൻ സി, ഇരയായ കുട്ടികളുടെ മാതാപിതാക്കളോ രക്ഷിതാക്കളോ മാത്രം. ഓപ്ഷൻ ഡി, കുട്ടികളുടെ മേൽ നിയന്ത്രണമുള്ള വ്യക്തികൾ. ഇതിൽ താഴെ പറയുന്നവയിൽ ആർക്കെതിരെയാണ് പ്രേരണാ കുറ്റത്തിന് കേസെടുക്കാൻ കഴിയുന്നത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഏതെങ്കിലും വ്യക്തിയെ പ്രേരിപ്പിക്കുന്ന, ഏതെങ്കിലും ഗൂഢാലോചനയിൽ ഏർപ്പെടുന്ന അല്ലെങ്കിൽ ഒരു കുട്ടിക്കെതിരെ ലൈംഗിക കുറ്റകൃത്യം ചെയ്യാൻ മനഃപൂർവ്വം സഹായിക്കുന്നയാൾ. 49ാമത്തെ ചോദ്യം, ഗാർഹിക അതിക്രമങ്ങളിൽ നിന്ന് വനിതകളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം 2005 പ്രകാരം ഒരു കൂരയ്ക്ക് കീഴെ താമസിക്കുന്ന താഴെ പറയുന്ന വ്യക്തികളിൽ കുടുംബ ബന്ധത്തിന്റെ പരിധിയിൽ വരുന്നത് ആരെല്ലാം? ഓപ്ഷൻ ഇതൊക്കെയാണ്. ഓപ്ഷൻ എ, ഭാര്യയും ഭർത്താവും. ഓപ്ഷൻ ബി, രക്തബന്ധമുള്ള വ്യക്തികൾ. ഓപ്ഷൻ സി, വിവാഹ സമാനമായ ബന്ധമുള്ള വ്യക്തികൾ. ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം. ഉത്തരം ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം. 50ാമത്തെ ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആര്? ഉത്തരം ഓപ്ഷൻ എ, ജസ്റ്റിസ് അരുൺ കുമാർ മിശ്ര. 51ാമത്തെ ചോദ്യം മാത്സ് ചോദ്യങ്ങളാണ്. 13/125 ദശാംശ രൂപം എത്ര? 13/125 ദശാംശ രൂപം എത്ര? ഉത്തരം ഓപ്ഷൻ ബി, 0.104. 52ാമത്തെ ചോദ്യം, 5% വാർഷിക നിരക്കിൽ കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കിൽ സുമേഷ് 10,000 രൂപ നിക്ഷേപിച്ചു. 2 വർഷം കഴിയുമ്പോൾ അയാൾക്ക് എത്ര രൂപ കിട്ടും? ഉത്തരം ഓപ്ഷൻ സി, 11,025. 53ാമത്തെ ചോദ്യം, ഏത് സംഖ്യയുടെ 75% 15? ഉത്തരം ഓപ്ഷൻ ഡി, 20. 54ാമത്തെ ചോദ്യം, 2 കോണുകൾ തമ്മിലുള്ള അംശബന്ധം 1:2 ആണ്. ചെറിയ കോൺ 6 ഡിഗ്രി കൂട്ടുകയും വലിയ കോൺ 6 ഡിഗ്രി കുറയ്ക്കുകയും ചെയ്തപ്പോൾ അംശബന്ധം 2:3 ആയി. എന്നാൽ ആദ്യത്തെ കോൺ എത്ര ഡിഗ്രിയാണ്? ഉത്തരം ഓപ്ഷൻ എ, 30. 55ാമത്തെ ചോദ്യം, ഒരു സംഖ്യയുടെ 5 മടങ്ങ് ആ സംഖ്യയേക്കാൾ 4 കൂടുതലായ മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങിന് തുല്യമാണെങ്കിൽ സംഖ്യ ഏത്? ഒരു സംഖ്യയുടെ 5 മടങ്ങ് ആ സംഖ്യയേക്കാൾ 4 കൂടുതലായ മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങിന് തുല്യമാണെങ്കിൽ സംഖ്യ ഏത്? ഉത്തരം ഓപ്ഷൻ എ, 6. 56ാമത്തെ ചോദ്യം, സമഭുജ സാമാന്തരികത്തിന്റെ പരപ്പളവ്. സമഭുജ സാമാന്തരികത്തിന്റെ പരപ്പളവ്. ഉത്തരം ഓപ്ഷൻ ബി, വികർണത്തിന്റെ ഗുണനഫലത്തിന്റെ പകുതി. 57ാമത്തെ ചോദ്യം, ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം ഏത്? ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, an+b. 58ാമത്തെ ചോദ്യം, ഒരു ക്ലോക്കിലെ സമയം 9:30 ആണെങ്കിൽ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവ് എത്ര? ഉത്തരം ഓപ്ഷൻ സി, 105 ഡിഗ്രി. 59ാമത്തെ ചോദ്യം, 25% കിഴിവിൽ രാഹുൽ ഒരു സ്വെറ്റർ വാങ്ങി. 200 രൂപ കിഴിവ് കിട്ടി. എന്നാൽ ഡിസ്കൗണ്ടിന് മുൻപ് സ്വെറ്ററിന്റെ വില എന്തായിരുന്നു? ഉത്തരം ഓപ്ഷൻ എ, 800. 60ാമത്തെ ചോദ്യം, 15 തൊഴിലാളികൾക്ക് 48 മണിക്കൂറിൽ ഒരു മതിൽ പണിയാൻ കഴിയുമെങ്കിൽ 30 മണിക്കൂറിനുള്ളിൽ അതേ ജോലി ചെയ്യാൻ എത്ര തൊഴിലാളികൾ വേണം? ഉത്തരം ഓപ്ഷൻ ബി, 24. 61ാമത്തെ ചോദ്യം ഇംഗ്ലീഷ് ആണ്. ഈച്ച് ഓഫ് ദി എംപ്ലോയീസ് ഡാഷ് വർക്കിംഗ് ഹാർഡ്. ഈച്ച് ഓഫ് ദി എംപ്ലോയീസ് ഡാഷ് വർക്കിംഗ് ഹാർഡ്. ഉത്തരം ഓപ്ഷൻ ബി, ഈസ്. ഈച്ച് ഓഫ് ദ എംപ്ലോയീസ് ഈസ് വർക്കിംഗ് ഹാർഡ്. 62ാമത്തെ ചോദ്യം, ഷീ അക്യൂസ്ഡ് മീ ഡാഷ് ടോക്കിംഗ് ലൗഡ്ലി. ഷീ അക്യൂസ്ഡ് മീ ഡാഷ് ടോക്കിംഗ് ലൗഡ്ലി. പ്രിപ്പോസിഷൻ ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ, ഓഫ്. ഷീ അക്യൂസ്ഡ് മീ ഓഫ് ടോക്കിംഗ് ലൗഡ്ലി. 63ാമത്തെ ചോദ്യം, വി ഹാവ് ബീൻ ലിവിംഗ് ഹിയർ ഡാഷ് 5 years. വി ഹാവ് ബീൻ ലിവിംഗ് ഹിയർ ഡാഷ് 5 years. ഉത്തരം ഓപ്ഷൻ സി, 4. വി ഹാവ് ബീൻ ലിവിംഗ് ഹിയർ ഫോർ 5 years. 64ാമത്തെ ചോദ്യം, സീന ഡാഷ് ടുമാറോ ടു അറ്റൻഡ് ദ വെഡിങ്. സീന ഡാഷ് ടുമാറോ ടു അറ്റൻഡ് ദ വെഡിങ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, വിൽ കം. സീന വിൽ കം ടുമാറോ ടു അറ്റൻഡ് ദ വെഡിങ്. 65ാമത്തെ ചോദ്യം, ഇറ്റ് വാസ് ഡാഷ് യുനാനിമസ് ഡിസിഷൻ. ഇറ്റ് വാസ് ഡാഷ് യുനാനിമസ് ഡിസിഷൻ. ആർട്ടിക്കിൾ ചേർക്കാനാണ്. ഉത്തരം ഓപ്ഷൻ എ, അതായത് ഇറ്റ് വാസ് എ യുനാനിമസ് ഡിസിഷൻ.
It was a unanimous decision. 66ാമത്തെ ചോദ്യം. One who treats skin diseases is known as dash. One who treats skin diseases is known as dash. ഉത്തരം ഓപ്ഷൻ ഡി ഡെർമറ്റോളജിസ്റ്റ്. 67ാമത്തെ ചോദ്യം. Do you mind dash the answers? Do you mind dash the answers? ഉത്തരം ഓപ്ഷൻ എ Do you mind writing the answers? 68ാമത്തെ ചോദ്യം. What is the meaning of the word dormant? What is the meaning of the word dormant? ഉത്തരം ഓപ്ഷൻ ഡി inactive. 69ാമത്തെ ചോദ്യം. The evening was dash than morning. ഉത്തരം ഓപ്ഷൻ ബി hotter. The evening was hotter than morning. 70ാമത്തെ ചോദ്യം. Nothing will happen. ക്വസ്റ്റ്യൻ ടാഗ് എഴുതാനാണ്. Nothing will happen. ഉത്തരം ഓപ്ഷൻ എ will it. അടുത്ത മലയാളം ചോദ്യങ്ങളാണ്. 71ാമത്തെ ചോദ്യം. ശരിയായ പദം ഏത്? ശരിയായ പദം ഏത്? പദം ഇതാണ് അഗാധത. അഗാധത എന്ന പദം എങ്ങനെയാണ് എഴുതേണ്ടതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അഗാധത ഓപ്ഷൻ എ ആണ് ഉത്തരം. 72ാമത്തെ ചോദ്യം. ലേൺ ബൈ ഹാർട്ട്. ലേൺ ബൈ ഹാർട്ട് എന്ന ശൈലിയുടെ മലയാള പ്രയോഗം എന്ത്? ഉത്തരം ഓപ്ഷൻ ഡി ഹൃദിസ്ഥമാക്കുക. ലേൺ ബൈ ഹാർട്ട് എന്നാൽ ഹൃദിസ്ഥമാക്കുക. 73ാമത്തെ ചോദ്യം. ജന്മം മുതൽ എന്നതിൻ്റെ ഒറ്റപ്പദം എന്ത്? ജന്മം മുതൽ എന്നതിൻ്റെ ഒറ്റപ്പദം ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആജന്മം. 74ാമത്തെ ചോദ്യം. മഞ്ഞ് എന്ന പദത്തിന്റെ പര്യായമല്ലാത്ത പദം ഏത്? ഓപ്ഷൻ ഇതൊക്കെയാണ്. ഹിമം, തുഷാരം, നീഹാരം, ഹരിണം. ഉത്തരം ഓപ്ഷൻ ഡി ഹരിണം. മഞ്ഞ് എന്ന പദത്തിന്റെ പര്യായമല്ലാത്തത് ഉത്തരം ഓപ്ഷൻ ഡി ഹരിണം. ഹരിണം എന്നാൽ മാൻ എന്നാണ്. 75ാമത്തെ ചോദ്യം. ദുഷ്ടൻ എന്ന പദത്തിന്റെ വിപരീത പദം ഏത്? ഉത്തരം ഓപ്ഷൻ സി ശിഷ്ടൻ. ദുഷ്ടൻ വിപരീതം ശിഷ്ടൻ. 76ാമത്തെ ചോദ്യം. വിള പുറത്തിട്ട് വേലി കെട്ടരുത് എന്ന പഴഞ്ചൊല്ലിന്റെ അർത്ഥം എന്ത്? വിള പുറത്തിട്ട് വേലി കെട്ടരുത് എന്ന പഴഞ്ചൊല്ലിന്റെ അർത്ഥം എന്ത്? ഉത്തരം ഓപ്ഷൻ സി പ്രധാനപ്പെട്ടതിനെ പുറന്തള്ളരുത്. 77ാമത്തെ ചോദ്യം. തീക്കനൽ എന്ന പദം പിരിച്ചെഴുതിയാൽ. തീക്കനൽ എന്ന പദം പിരിച്ചെഴുതിയാൽ ഉത്തരം ഓപ്ഷൻ എ തീ പ്ലസ് കനൽ. തീക്കനൽ എന്ന പദം പിരിച്ചെഴുതിയാൽ ഉത്തരം ഓപ്ഷൻ എ തീ പ്ലസ് കനൽ. 78ാമത്തെ ചോദ്യം. നായകൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗം ഏത്? നായകൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗം ഏത്? ഉത്തരം ഓപ്ഷൻ സി നായിക. 79ാമത്തെ ചോദ്യം. ശബ്ദം എന്ന അർത്ഥം വരാത്ത പദം ഏത്? ശബ്ദം എന്ന അർത്ഥം വരാത്ത പദം ഏത്? ഓപ്ഷൻ ഇതൊക്കെയാണ്. രവം, ധ്വനി, സ്വനം, വാണി. ഉത്തരം ഓപ്ഷൻ ഡി വാണി. വാണി എന്നാൽ വാക്ക് എന്നാണ് അർത്ഥം. 80ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണമല്ലാത്ത പദം ഏത്? ഓപ്ഷൻ ഇതൊക്കെയാണ്. ഗുരുക്കൾ, വൈദ്യർ, അവർകൾ, അധ്യാപകന്മാർ. ഇതിൽ പൂജക ബഹുവചനമല്ലാത്ത പദം അധ്യാപകന്മാർ. അപ്പം നമ്മൾ ഇന്നലെ നടന്ന PSC എക്സാമിൻ്റെ 80 ചോദ്യങ്ങളാണ് നോക്കിയത്.